സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ റമളാനിന്റെ മുന്നോടിയായിട്ട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഖദ് അവല്ലക്കും ശഹറുൻ അദീം, ഒരു പരിശുദ്ധ മാസം നിങ്ങൾക്ക് തണലിട്ടിരിക്കുന്നു. നിങ്ങൾക്കിതാ ഒരു പരിശുദ്ധമായ മാസം കടന്നു വരാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എന്തിനാണ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ്? ഒരു പരിശുദ്ധ മാസം തണലിട്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രവർത്തനങ്ങളെ വിലയിരുത്തണം. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് മാറ്റം വരണം. നിങ്ങൾ ഇത്രയും നാള് സഞ്ചരിച്ചു കൊണ്ടിരുന്ന അബദ്ധ സഞ്ചാരങ്ങളെ നിർത്തണം. കാരണം വരാനുള്ളത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും കൂടുതൽ ബഹുമാനിച്ച ആദരിച്ച മാസമാണ്. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ മാസമാണ് വരാനിരിക്കുന്നത്. അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയ മാസമാണ് സമാഗതമാകുന്നത്. ആ മാസത്തിൽ അല്ലാഹു തആല നിങ്ങളുടെ സൽക്കർമ്മങ്ങളെ ഇരട്ടിയാക്കുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്താലും അല്ലാഹു തആല അതിൽ ഇരട്ടിയുടെ പ്രതിഫലം നിങ്ങൾക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് പ്രവർത്തനങ്ങളെ വിലയിരുത്തണം, ശ്രദ്ധിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് നബിതങ്ങൾ പറയുന്നത്, ഖദ് അവല്ലക്കും ശഹറുൻ അദീം, ഒരു പരിശുദ്ധ മാസം നിങ്ങൾക്ക് തണലിട്ടിരിക്കുന്നു. വലിയൊരു മാസം വരാൻ പോവാണ്. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും നല്ല നിലയിൽ ആത്മവിചിന്തനം നടത്തണം. നമ്മൾ പള്ളികളൊക്കെ കഴുകി ശുദ്ധീകരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പള്ളി കഴുകുക അല്ലെങ്കിൽ വീട് കഴുകി വൃത്തിയാക്കുക, നനച്ചുകുളി, ഇതൊക്കെ ബറാഅത്തിനോടനുബന്ധിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്നത് റമളാനിനെ വരവേൽക്കാനാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ നനച്ചു കുളിക്കേണ്ടത്, പരിശുദ്ധമാക്കേണ്ടത്, ശുദ്ധീകരിക്കേണ്ടത് നമ്മുടെ ഹൃദയങ്ങളാണ്. റമളാൻ വരാനൊരുങ്ങുന്നുണ്ട്. അതുകൊണ്ട് വീടിന്റെ മുക്കുമൂലയൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കുക എന്നതിലുപരി പള്ളി കഴുകി നല്ല ശുദ്ധീകരിക്കുക എന്നതിലൊക്കെ ഉപരിയായിട്ട് സത്യവിശ്വാസിയായ മനുഷ്യന് പരിഗണിക്കേണ്ടത് എന്റെ ഹൃദയം ഞാനൊന്ന് നനച്ചു കുളിച്ചിട്ടുണ്ടോ എന്നാണ്. ഞാൻ എന്റെ പ്രവർത്തനങ്ങളൊക്കെയും മോശത്തരത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ടോ എന്നാണ്. ഞാൻ എന്റെ നല്ല മാന്താവിലേക്ക് ജീവിതം പറിച്ചു നടാൻ ഒരുങ്ങിയിട്ടുണ്ടോ എന്നാണ് മുഅ്മിനായ മനുഷ്യന് ഏറ്റവും കൂടുതൽ വിചിന്തനം നടത്തേണ്ടത്. പള്ളി നന്നാക്കിയോ വീട് നന്നാക്കിയോ ഇതൊന്നും പ്രശ്നമാവൂല. മനസ്സ് നന്നാക്കിയിട്ടില്ലെങ്കിലോ? റമളാൻ വരാനൊരുങ്ങി, പള്ളിയും വീടും ഒക്കെ നല്ല ശുദ്ധീകരിച്ചു, കൽബ് അതേപോലെ തന്നെയാണെങ്കിലോ? അപ്പോൾ പിന്നെ റമളാനിൽ എന്ത് പ്രസക്തിയാണുള്ളത്? അതുകൊണ്ട് നാം ആദ്യം നനച്ചു കുളിക്കേണ്ടത് നമ്മുടെ സ്വന്തം ശരീരത്തിലെ, മനസ്സിനെ, ഹൃദയത്തിലെ, ചിന്തയെ, പ്രവർത്തനങ്ങളെ, ഈ ബോധ്യം നമുക്കുണ്ടാകണം. അതിനുശേഷം നല്ല സന്തോഷത്തോടുകൂടി റമളാനിനെ സ്വീകരിക്കണം. നല്ല സന്തോഷം വേണം. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്നുണ്ട്, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരെങ്കിലും റമളാൻ മാസത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുക്കുന്ന അളവറ്റ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടും അതുപോലെ നല്ല സന്തോഷത്തോടു കൂടിയും ആരെങ്കിലും റമളാനിൽ നോമ്പെടുത്താൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻകഴിഞ്ഞ ജീവിതത്തിലെ സകല അപരാധങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാര് ഈ ഹദീസിനെ വിശദീകരിക്കുന്നുണ്ട്. റമളാൻ കടന്നു വരുമ്പോൾ അവന്റെ കൽബ് വല്ലാതെ സന്തോഷം കൊണ്ട് നിറയണമെന്ന് സാരം. നല്ല അതിയായ സന്തോഷം വേണം. മഹാന്മാർ ഉദ്ധരിക്കുന്നുണ്ട് ഈ ഹദീസിനെ വിശദീകരിച്ച്, മാ അതാലൽ മുസ്ലിമീന ശഹറുൻ ഖൈറുൻ ലഹും മിൻ റമളാൻ, മുസ്ലിമായ മനുഷ്യന് റമളാൻ മാസത്തിനേക്കാൾ ഖൈറായ ഒരു മാസമില്ല. അതുകൊണ്ട് റമളാൻ വരുമ്പോൾ മുസ്ലിമിന്റെ ഹൃദയത്തിൽ വലിയ സന്തോഷമുണ്ടാകും. പടച്ചവനെ, വലിയ മാസമാണല്ലോ കടന്നു വരുന്നത്. അല്ലാഹുവേ, ഈ മാസത്തിൽ എനിക്ക് നല്ല ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് അവൻ മനസ്സിൽ നിയ്യത്ത് വെക്കും. ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ ഒരുങ്ങി നിൽക്കും. അവൻ മനസ്സുകൊണ്ട് റബ്ബിലേക്ക് അടുക്കാൻ തയ്യാറാകും. എന്നാൽ വീണ്ടും പറയുന്നു, വലാ അതാലൽ മുനാഫിഖീന ശഹറുൻ ശർറുൻ ലഹും മിൻ റമളാൻ,
മുനാഫിഖായ മനുഷ്യന്, കപട വിശ്വാസിയായ മനുഷ്യന്, പേരിൽ മാത്രം മുസ്ലിം എന്ന നാമധേയമുള്ളവന്, റേഷൻ കാർഡിൽ മാത്രം മുസ്ലിമായവന്, മുനാഫിഖായ വ്യക്തിക്ക് റമളാൻ മാസത്തിനേക്കാൾ മോശമായ ഒരു മാസമില്ലെന്ന് മഹാന്മാരായ ഉലമാക്കൾ പഠിപ്പിക്കുന്നു. റമളാൻ വരുന്നു എന്ന് കേൾക്കുമ്പോ മുനാഫിഖിന്റെ മനസ്സിൽ വലിയ വിഷമമാണ്. ഇനി ഒരു മാസം പരസ്യമായി ഭക്ഷണമില്ല, ഇനി ചായക്കടയിൽ ഇരുന്നുകൊണ്ടുള്ള സൊറപറച്ചിലുകളില്ല, ഇനി വർത്തമാനത്തിന്റെ നാളുകൾക്ക് വിടയാണ്, ഇനി നിരന്തര ഭക്ഷണത്തിന് വിടയാണ്, ഇനി നമ്മൾ യഥേഷ്ടം ഇങ്ങനെ നമ്മൾക്ക് സഞ്ചരിക്കാനുള്ള അനുവാദവുമില്ല. നമ്മളുടെ പ്രവർത്തനങ്ങളൊക്കെ ഇനി നിയന്ത്രിക്കേണ്ടി വരും. പരസ്യമായ പുകവലി ഇനി സാധ്യമല്ല. ഇനി ഹോട്ടലുകളിലേക്ക് കയറാൻ പറ്റൂല, പരസ്യമായിട്ട് ജനങ്ങൾ കണ്ടാൽ വിചാരിക്കും. അല്ലാതെ നോമ്പെടുത്തുണ്ടല്ല. മുനാഫിഖായ മനുഷ്യന് റമളാനിനേക്കാൾ ഷർറായ ഒരു മാസമില്ല എന്ന് സാരം. അവന് വലിയ പ്രയാസമാകും. ഇനി 30 ദിവസം എങ്ങനെ പിടിച്ചു നിൽക്കും ഈ ചൂടത്ത്? അപ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രതിധ്വനികളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അവരിങ്ങനെ പറയും. എന്നാൽ ഇങ്ങനത്തെ ഒരു സമയം അവരുടെ ഇടയിൽ തന്നെ, മുനാഫിഖുകളുടെ ഇടയിൽ തന്നെ ചർച്ച നടക്കും. ഇങ്ങനത്തെ ഒരു അവസ്ഥ, ഈ ചൂടത്ത് ഇങ്ങനെ നോമ്പ് പിടിക്കാന്ന് പറഞ്ഞാൽ അത് കുട്ടികൾക്കൊക്കെ വലിയ പ്രയാസമാണ്. നിർജ്ജലീകരണം ഉണ്ടാകും. ഇങ്ങനത്തെ വർത്തമാനങ്ങളൊക്കെ പറയും. ആദ്യം ഒരു കുട്ടികളെ അല്ലെങ്കിൽ വയോവാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന ആളുകളൊക്കെ പറഞ്ഞിട്ട് നോമ്പിന്റെ സാധുതയെ തന്നെ തള്ളിക്കളയാനൊക്കെ ശ്രമിക്കും. അങ്ങനെയുള്ളവർക്കൊന്നും നോമ്പില്ലല്ലോ. യഥാർത്ഥത്തിൽ കുട്ടികൾക്കോ അല്ലെങ്കിൽ പ്രായപൂർത്തി എത്താത്ത ആളുകൾക്കോ രോഗികൾക്കോ യാത്രക്കാർക്കോ നോമ്പില്ല. പരിശുദ്ധ ഖുർആൻ. നിങ്ങൾ ആരെങ്കിലും യാത്ര പോയാൽ പോലും നിങ്ങൾക്ക് നോമ്പെടുക്കണ്ട. പക്ഷെ യാത്ര എപ്പോഴാകണമെന്ന് അത് റമളാനിന്റെ നോമ്പ് തുടങ്ങുന്നതിന്റെ, നോമ്പ് ഫജ്ർ സ്വാദിഖ് വെളിവാകുന്നതിന്റെ സുബഹിയുടെ മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? യാത്രയിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ പ്രയാസമുണ്ടെങ്കിൽ നോമ്പെടുക്കേണ്ടതില്ല. അസുഖക്കാരായ ആളുകൾക്ക് നോമ്പെടുക്കേണ്ടതില്ല. കുട്ടികളായ ആളുകൾക്ക്, പ്രായപൂർത്തി എത്താത്ത ആളുകൾക്ക് നോമ്പ് നിർബന്ധമില്ല. ബാക്കി എല്ലാവർക്കും നോമ്പ് നിർബന്ധമാണ്. അത് കടുകട്ടിയായ പണിയെടുക്കുന്നവനാണെങ്കിലും വെയിലത്ത് അധ്വാനിക്കുന്നവനാണെങ്കിലും നോമ്പെടുക്കണം. എന്നിട്ട് അവന് തീരെ സാധ്യമല്ല എന്ന് കണ്ടാൽ, അവന് നോമ്പ് തുറക്കാതെ പിന്നെ യാതൊരു നിർവാഹവും ഇല്ല എന്ന് കണ്ടാൽ നോമ്പ് തുറക്കാം. നോമ്പ് പിടിക്കാതിരിക്കാൻ പറ്റൂല. അതെല്ലാവർക്കും, ഈ പറഞ്ഞ 3 വിഭാഗം ആളുകൾ ഒഴികെ എല്ലാവർക്കും നോമ്പ് നിർബന്ധമാണ്. സ്ത്രീകളുടെ വിഭാഗത്തിലാകുമ്പോൾ ഹൈദ നിഫാസുള്ള പെണ്ണുങ്ങൾ ഒഴിവാക്കപ്പെടും. അത്തരത്തിലല്ലാത്ത എല്ലാ ആളുകൾക്കും നോമ്പ് നിർബന്ധമാണ്. റമളാനിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലുമാണത്. ചില ആളുകളൊക്കെ ചിലപ്പോ നാളെ എനിക്ക് വലിയ കട്ടിയുള്ള പണിയാണ്, ലോഡിംഗ് ആണ്, അല്ലെങ്കിൽ വെയിലത്തുള്ള പണിയാണ്, കടുകട്ടിയായ പണിയാണ്, ഈ ചൂടത്തൊന്നും നടക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് മുൻകൂറായിട്ട് നോമ്പ് ഒഴിവാക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. വേണമെങ്കിൽ പണി കട്ടിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യാതൊരു നിലക്കും സഹിക്കാൻ കഴിയില്ലെങ്കിൽ നോമ്പ് മുറിക്കാം. മുറിക്കൽ അനുവദനീയാണ്. പക്ഷെ പിടിക്കാതിരിക്കൽ അനുവദനീയല്ല. എല്ലാവരും നോമ്പ് പിടിക്കണം. ഈ പറഞ്ഞ ആളുകൾക്ക് എല്ലാവർക്കും നോമ്പ് നിർബന്ധം. അതിനൊന്നും നമ്മൾ വേറെ വസ്തുതയിലേക്കൊന്നും പോകണ്ട. അതിന്റെ മാനസിക പരിഗണനയാണ് ഇസ്ലാം പറഞ്ഞത്. നിങ്ങൾക്ക് നോമ്പ് പിടിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടോ, നിങ്ങൾക്ക് നോമ്പ് തുറക്കാം. പിന്നീട് അത് ഖളാ വീട്ടേണ്ടി വരും എന്ന് സാരം. അതുകൊണ്ട് ഈ മാസം മുനാഫിഖിന് വലിയ പ്രയാസമാണ്, മുഅ്മിനിന് വലിയ സന്തോഷമാണ്. ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, റമളാൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഹൃദയത്തിൽ സന്തോഷമുണ്ടാകണം. റമളാനിന് ഹൃദയം സന്തോഷിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുന്നു. ഇത്തഖൂ ശഹ്റ റമളാൻ. റമളാനിനെ നിങ്ങൾ സൂക്ഷിക്കണേ. റമളാൻ നിങ്ങൾ സാധാരണ മാസം പോലെ ആക്കാൻ പാടില്ല. ഇത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണം ശഹ്റ റമളാൻ. കാരണം റമളാനിൽ ഒരു നന്മ ചെയ്താൽ 70ഓളം ഇരട്ടി അതിന്റെ പ്രതിഫലം റബ്ബ് നൽകുന്നതാണ്. റമളാനിലെ ഒരു സുന്നത്തിന് ഫർദിന്റെ കൂലി അല്ലാഹ് നൽകുന്നതാണ്. വകദാലിക സയ്യിആത്ത്, നന്മ മാത്രമല്ല അങ്ങനെ ഇരട്ടിയാക്കുന്നത്, നന്മ മാത്രം ഇരട്ടിയാക്കുമെന്നല്ല. വകദാലിക സയ്യിആത്ത്, റമളാനിലെ തിന്മയും ഇരട്ടിയാക്കപ്പെടും. റമളാനിലെ കള്ളു കുടിക്കുന്നത് ബാക്കിയുള്ള മാസം കള്ളു കുടിക്കുന്നതിനേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ അതിന് വലിയ കടുകട്ടിയായ തിന്മയുടെ പാരിതോഷികം നൽകപ്പെടും. റമളാനിലെ മോശമായ പ്രവർത്തനങ്ങൾ ബാക്കിയുള്ള മാസത്തിലെ മോശമായ പ്രവർത്തനം പോലെയല്ല. അത് അല്ലാഹുവിന്റെ അടുക്കൽ നല്ല പിടുത്തം പിടിക്കുന്ന പ്രവർത്തനമാണ്.
റമദാൻ അല്ലാത്ത സമയങ്ങളിൽ വേണ്ടാദീനങ്ങളുമായി ബന്ധപ്പെടുന്നത് കുറ്റമാണ്. പക്ഷെ റമദാനിലും അത് തുടരുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ നിലയിൽ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടും. വകദാലിക സയ്യാത്ത്, നന്മ ഇരട്ടിയാക്കപ്പെടുമെന്ന് മാത്രല്ല പറഞ്ഞത്, തിന്മയും ഇരട്ടിയാക്കപ്പെടും. അതുകൊണ്ട് ശ്രദ്ധയുണ്ടാകണം, ജീവിതത്തിൽ തിന്മ സംഭവിക്കാതെ നോക്കണം. മാത്രല്ല റമദാനിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ള അമലുകളിൽ കൂടുതൽ ശ്രദ്ധാലുവാകണം. തറാവീഹ് ആളുകൾ പള്ളിയിൽ വന്നിട്ട് നിസ്കരിക്കും. ജമാഅത്തിന് ആളുകൾ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ നമ്മൾ കലങ്ങിലിരുന്ന് വർത്തമാനം പറയുന്ന യുവാക്കളാകരുത്. ആളുകൾ ഇങ്ങനെ ചില ആളുകൾ യുവത്വത്തിന്റെ ചുറുചുറുക്കുള്ളവർ കലങ്ങിലിരുന്ന് വർത്തമാനം പറയും, കടകമ്പോളങ്ങളിലിരുന്ന് കൊണ്ട് രാഷ്ട്രീയം പറയും, രസകരമായ സംസാരങ്ങൾ സംസാരിക്കും. അപ്പോഴാണ് ഇശാഇന്റെ ബാങ്ക് വിളിക്കുന്നത്. നോമ്പ് തുറന്നതിന്റെ ക്ഷീണമെന്ന് പറഞ്ഞിട്ട് ആളുകളെ പരിഗണിച്ചിട്ട് രസകരമായ സംസാരത്തിന് മുഴുകണ്ട. ആ സമയത്ത് ഇശാഇന്റെ ജമാഅത്തിന് പള്ളിയിലേക്ക് എത്തണം. ഇശാഇന്റെ ജമാഅത്ത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയിലേക്ക് പോകണ്ട. ഇവിടെ തറാവീഹ് ഇങ്ങനെ നിസ്കരിക്കുമ്പോ നമ്മൾ കയറി വന്നിട്ട് തറാവീഹിന്റെ ഒന്നാമത്തെ സഫിൽ നിൽക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇമാമിനോട് ഏറ്റവും അടുത്ത നിലയിൽ ഊർജ്ജസ്വലനായിട്ട് തറാവീഹിന് പങ്കെടുക്കണം. 20 റക്അത്ത് തറാവീഹും കഴിഞ്ഞ് 3 റക്അത്ത് വിത്തറും കഴിഞ്ഞിട്ട് ആത്മസംതൃപ്തിയോടുകൂടി പള്ളിയിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള തീരുമാനം പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരെടുക്കണമെന്ന് സാരം. ഇന്ന് ആരോഗ്യമുള്ള സമയമാണ്, കുനിയാന് നിവരാന് നമുക്ക് പ്രയാസമില്ലാത്ത കാലമാണ്. ഈ സമയത്താണ് റമദാൻ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത്. 60 വയസ്സിൽ താടി നരച്ചിട്ട് റമദാൻ ഉപയോഗപ്പെടുത്താന്ന് വിചാരിക്കണ്ട. അന്ന് ഷുഗർ ഉണ്ടാവും, അന്ന് കൊളസ്ട്രോൾ ഉണ്ടാവും, പ്രഷറിന്റെ ബുദ്ധിമുട്ടുണ്ടാകും, എണീറ്റ് നിൽക്കാൻ പറ്റാത്ത അസുഖം ഉണ്ടാവും. അതുകൊണ്ട് താടി നരച്ചിട്ട് റമദാൻ ഉപയോഗപ്പെടുത്താന്ന് കരുതണ്ട. ചില ആളുകൾ ഹജ്ജിനെ ഇങ്ങനെ പിന്തിച്ചു വെക്കുന്നത് പോലെ താടിയൊക്കെ നരച്ച് മക്കളൊക്കെ കെട്ടിച്ച് വീടൊക്കെ ഉണ്ടാക്കിയിട്ട് ഹജ്ജിന് പോകാമെന്ന് കരുതി നിൽക്കുന്ന ആളുകൾ വടി കുത്തിപ്പിടിച്ചിട്ട് തവാഫ് ചെയ്യാൻ പോലും പറ്റാത്ത നിലയിലുള്ള അവസ്ഥയിലാണ്. ആ നിലയിൽ റമദാന് നിങ്ങൾ മാറ്റിവെക്കരുത്. തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കാൻ അതിന് ഇനി സമയമുണ്ടല്ലോ. നമ്മുടെയൊക്കെ പൂപ്പാക്ക് 100 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമുക്കും സമയമുണ്ട്. ഏത് റമദാനിൽ പുറക്കലിനെ തേടിയില്ല അള്ള പുറത്തൊരുള്ളൊന്നും വിചാരിക്കണ്ട. വളരെ പ്രധാനപ്പെട്ട തീരുമാനം മനസ്സിലെടുക്കണം. എന്താ തീരുമാനം? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ മുൻനിർത്തിയിട്ട് പടച്ചവനെ, പരിശുദ്ധമായ മാസം വരുന്ന ചൊവ്വാഴ്ച നിലാവ് കണ്ടാൽ പള്ളികളിൽ തറാവീഹിന് ഒരുക്കം തുടങ്ങുമ്പോ അല്ലാഹുവേ, നീ എന്റെ ജീവിതത്തിലൊരു തറാവീഹ് മുടങ്ങൂല റബ്ബേ. പടച്ചവനെ, കഴിഞ്ഞ ഒരുപാട് റമദാൻ എന്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. 25 വയസ്സാണ് എനിക്ക്, 30 വയസ്സാണ് എനിക്ക്. 35 വയസ്സിൽ ഞാനിങ്ങനെ ജീവിക്കുമ്പോ എന്റെ ജീവിതത്തിൽ പ്രായപൂർത്തിയായിട്ട് 10, 20, 30 റമദാൻ കിട്ടിയിട്ട് ഒരു റമദാനിൽ പോലും 30 തറാവീഹ് എനിക്ക് കിട്ടിയിട്ടില്ല അല്ലാ. എന്നാൽ ഇനി ഞാൻ എങ്ങനെ സമ്മതിക്കൂല. ഇനി എന്റെ ജീവിതത്തിൽ റമദാനൊരു തറാവീഹ് മുടങ്ങൂല അല്ലാ എന്ന തീരുമാനമെടുക്കണം. എന്റെ കൂട്ടുകാര് കലങ്കിലിരുന്ന് വർത്തമാനം പറഞ്ഞോട്ടെ, എന്റെ തരക്കാരായ ആളുകൾ കടകമ്പോളങ്ങളിൽ സംസാരത്തിൽ മുഴുകിക്കോട്ടെ, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഇശാഇന്റെ ബാങ്ക് വിളിച്ചാൽ ഞാൻ പള്ളിയിലേക്ക് വരും, ഞാൻ ഇശാഇന് ജമാഅത്തായി നിസ്കരിക്കും, ഞാൻ തറാവീഹ് 20 റക്അത്തും ജമാഅത്തിന് പങ്കെടുക്കും. എന്നിട്ടേ ഞാൻ പള്ളി വിട്ട് പുറത്തിറങ്ങൂ. എന്നിട്ട് ഞാൻ ഉടനെ കിടന്നുറങ്ങിയിട്ട് അത്താഴം കഴിച്ചിട്ട് സുബഹിയുടെ ജമാഅത്തിന് ഞാൻ വരും. ളുഹറും അസ്റും ജോലി സ്ഥലത്താണെങ്കിലും കഴിയുമെങ്കിൽ ഞാൻ ജമാഅത്തിന് പങ്കെടുക്കും, ഇല്ലെങ്കിൽ ഞാൻ അതായിട്ട് തന്നെ നിസ്കരിക്കും. ഈ തീരുമാനം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെടുക്കണം. ആർജവമുള്ള കാലത്ത്, തല നരക്കാത്ത കാലത്ത്, താടി നരക്കാത്ത കാലത്ത് ഈ തീരുമാനം എടുക്കണം. ഇതിന് പറ്റണം. അതിനാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത്, ഖദ് അളല്ലകും ശഹറുൻ അദീം, വലിയ മാസം വരാനിരിക്കുന്നു, തൊട്ടടുത്ത് വലിയ പ്രധാനപ്പെട്ട മാസം നിൽക്കുന്നു മുഅ്മിനീങ്ങളെ. ഇത് പറയുമ്പോ ഞാൻ ആദ്യം പറഞ്ഞ ഹദീസിനെ കൂടി കൂട്ടി വായിക്കണം. ഇത് കേൾക്കുമ്പോ മനസ്സിന് പ്രയാസമുണ്ടോ? എല്ലാവരും പള്ളിയിൽ പോകുമ്പോ നമ്മൾ പോയില്ലെങ്കിൽ ആൾക്കാരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ റമദാൻ തറാവീഹിന് ഇശാഇനൊക്കെ ആളുകളെ ബോധ്യപ്പെടുത്താൻ വരുന്നത്? വിഷമുണ്ടാകുന്നുണ്ടോ നോമ്പ് പിടിക്കാൻ നേരത്ത്? ഇനി എന്നാ ഇത് തീരുന്നെന്നാണ് വിചാരിക്കുന്നത്? ഇന്ന് 1 ആയുള്ളൂ, ഇനി 1, 2, 3, ഒരു 10 കഴിയണം, രണ്ടാമത്തെ 10 കഴിയണം, മൂന്നാമത്തെ 10 ആകുമ്പോഴാണ് പെരുന്നാളിനൊന്ന് ഉടുപ്പെടുക്കാൻ പോകാൻ പറ്റാവുള്ളൂ എന്നാണോ വിചാരിച്ചിരിക്കുന്നത്? റമദാൻ വന്നപ്പോ വിഷമാണോ മനസ്സിൽ?
അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കിക്കോ, മുസ്ലിം അല്ല, മുനാഫിഖാണ് ഞാൻ എന്ന് തിരിച്ചറിഞ്ഞോ. അതുകൊണ്ട് ആ മനോഭാവം മാറ്റിക്കോ. റമദാൻ വരുമ്പോ സന്തോഷം ഉണ്ടാകുന്നില്ലെങ്കിൽ തൗബ ചെയ്തിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലിട്ട് മുസ്ലിം ആയിക്കോ. അതുകൊണ്ട് മനസ്സ് മാറ്റണം. എന്നാ ഇനി പെരുന്നാൾ വരുന്നതെന്ന് കരുതിയിട്ട് ഇങ്ങനെ ദുഃഖിക്കണ്ട. പെരുന്നാളിലേക്ക് 30 ദിവസം ഉണ്ടല്ലോ, എന്നാ ഇനി ഉടുപ്പെടുക്കാൻ പറ്റും, ഇതൊന്നും വിചാരിക്കണ്ട. റമദാൻ വന്നപ്പോ പെരുന്നാളിനേക്കാൾ സന്തോഷം നിന്റെ കൽബിലുണ്ടോ, നിന്റെ പേരാണ് മുസ്ലിം. റമദാൻ വന്നപ്പോ ഇനി എന്ത് ചെയ്യും, ഇനി നാളെ മുതൽ ഇങ്ങനെ കുടിക്കാൻ പറ്റൂലല്ലോ, നാളെ മുതൽ ഇങ്ങനെ തിന്നാൻ പറ്റൂലല്ലോ എന്ന് കരുതിയിട്ടുള്ള വിഷമാണോ ഉള്ളത്, നിന്റെ പേര് മുനാഫിഖ് എന്നാണ്. ഇത് ഞാൻ പറഞ്ഞ വർത്താനല്ല, മഹാന്മാരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഉൾക്കൊള്ളാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ ഒഴിവാക്കിയിട്ടുണ്ടെന്നുള്ളൊരു വിഭാഗത്തിന് എന്റെ ശുപാർശ കിട്ടൂലാന്ന് നബിതങ്ങൾ തറപ്പിച്ച് പറഞ്ഞൊരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൽ പെടാതിരിക്കാനാണ് നമ്മൾ എല്ലാ റമദാൻ പിറന്നാൽ നമ്മൾ ഇങ്ങനെ ദുആ ചെയ്യുന്നത്. പടച്ചവനെ റമദാൻ അനുകൂലമാക്കി തരണേ അല്ലാഹുവേ. അല്ലാഹുമ്മ ജഅൽ ഹാദ അശ്ശഹറ ശരീഫൽ അളീമ റമദാൻ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ. റമദാനിൽ മുസ്ലിം ദുആ